യമൻ തുറമുഖത്തിന് നേരെ കഴിഞ്ഞ ദിവസം അമേരിക്ക നടത്തിയിരിക്കുന്ന ആക്രമണത്തോടനുബന്ധിച്ച് ശക്തമായിരിക്കുന്ന തിരിച്ചടി യമന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. MQ-9 ഡ്രോൺ ആണ് ആദ്യഘട്ടത്തിൽ തന്നെ തകർത്തെറിഞ്ഞത്. യമന്റെ തലസ്ഥാനമായിരിക്കുന്ന സെന കേന്ദ്രീകരിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തുകയും ആക്രമണത്തിന് വേണ്ടി തുനിയുകയും ചെയ്ത അമേരിക്കയുടെ MQ-9 ഡ്രോണിനെ യമൻ മിസൈൽ ഘടിപ്പിച്ചുകൊണ്ട് തകർത്തെറിഞ്ഞു എന്നുള്ളതും 20ാമത്തെ മിസൈലാണ് 20ാമത്തെ ഡ്രോണാണ് ഇങ്ങനെ യമൻ തകർത്തത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. അതോടനുബന്ധിച്ച് ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കയുടെ ആയസ് ട്രൂമാനെ കേന്ദ്രീകരിച്ചും അറബിക്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന കാർ വിൽസൺ എന്ന കപ്പലിനെ കേന്ദ്രീകരിച്ചും ആക്രമണം നടത്തി. അത് ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതായിരിക്കുന്ന വിവരമാണ് അൽ മസരിയ എന്ന് പറയുന്ന ടെലിവിഷൻ, യമന്റെ ടെലിവിഷനാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ പടക്കപ്പലിന് നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും, എന്നാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം ഈ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് തകർക്കാൻ സാധിച്ചു എന്ന് അമേരിക്ക അവകാശപ്പെടുകയും ചെയ്തു. മേഖല വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള അക്രമ പരമ്പരകൾ തന്നെ യമന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.